ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹണിബി കുക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാങ്ങ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടുക് മാങ്ങയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 3 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പൊളിയുള്ള മാങ്ങയാണ്. അത് ഇതേപോലെ മുറിച്ചെടുക്കണം. ഇതുപോലെ നീളത്തിൽ ഉള്ള പീസുകളാക്കിയിട്ട് വലിയ പീസുകളായിട്ട് തന്നെ മുറിച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് മാങ്ങയൊക്കെ നന്നായി കഴുകിയിട്ടാണ് കേട്ടോ ഞാനത് മുറിച്ചെടുത്തത്. ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക്, മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് കുക്കാക്കി എടുക്കണം. ഞാനിവിടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, അതുപോലെ ഇതിലേക്ക് ഉലുവയുടെ പൊടിയും കടുകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. അടച്ചു വെച്ച് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. മാങ്ങയ്ക്ക് നന്നായി ഒന്ന് വെന്ത് ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്ത് നമുക്കിതിലേക്കൊന്ന് താളിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും ഉലുവയും കൂടെ ഒന്നിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവ രണ്ടും പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് പച്ചമുളകും അതുപോലെ ചുവന്ന മുളകുണ്ടല്ലോ, അതും വറ്റൽ മുളക് അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കടുമാങ്ങ റെഡിയായി. അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ.